വോട്ടെണ്ണൽ തുടങ്ങി കഴിഞ്ഞ 10 ദിവസമായി ഇന്ന് വരെ ഈ ഭരണത്തിൽ ഓരോ ദിവസവും എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ ചില വിമർശനങ്ങളോടെ ഇവിടെ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായി, തമിഴക വെട്രിക്കഴകം TVK ഭരണം പിടിക്കാൻ ഭൂരിഭാഗം ജനങ്ങളും നിങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയ വോട്ടുകൾ ഏകദേശം 4,93,25,000 നിലവിലെ ഭരണകക്ഷിക്ക് ലഭിച്ച വോട്ടുകളുടെ എണ്ണം എത്രയാണെന്നറിയാമോ? 1,72,26,000 മാത്രമാണ്. ബാക്കിയുള്ള ഏകദേശം 3,21,00,000 പേരും വിശ്വാസം തേടുന്ന നിങ്ങളുടെ പാർട്ടിക്ക് എതിരെയാണ് വോട്ട് ചെയ്തതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഏകദേശം 65% ജനങ്ങളാൽ നിരാകരിക്കപ്പെട്ട ഒരു ഭരണത്തിന്മേൽ ഞങ്ങൾ മാത്രമല്ല, നിങ്ങൾക്ക് വോട്ട് ചെയ്ത ജനങ്ങൾക്ക് പോലും പടിപടിയായി വിശ്വാസം കുറഞ്ഞു വരികയാണ്. അടുത്തതായി, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഭൂരിപക്ഷത്തിന് ആവശ്യമായ സംഖ്യയാണ് മാജിക്കൽ നമ്പേഴ്സ്. നമ്മുടെ നിയമസഭയിൽ 234 അംഗങ്ങളാണുള്ളത്. മാജിക്കൽ നമ്പർ എന്ന് പറയുന്നത് 118 ആണ്. 118 അംഗങ്ങളുള്ള ഒരു പാർട്ടിക്കോ മുന്നണിക്കോ മാത്രമേ ഭരണം നടത്താൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ വിശ്വാസ വോട്ടെടുപ്പ് തേടുന്ന നിങ്ങളുടെ പാർട്ടിക്ക് ആ സംഖ്യ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. 108 സീറ്റുകൾ മാത്രമാണുള്ളത്. അതും ആ പാർട്ടിയുടെ നേതാവ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, തൻ്റെ വിജയം സംബന്ധിച്ച ആത്മവിശ്വാസമില്ലാത്തതിനാൽ 2 ഇടങ്ങളിൽ മത്സരിക്കുകയും അതിൽ ഒരു സീറ്റ് ഇന്ന് രാജിവെക്കുകയും ചെയ്തിരിക്കുന്നു. ഇതുവരെ ആ മണ്ഡലത്തിലെ ജനങ്ങളെ നേരിട്ട് കണ്ടോ അല്ലെങ്കിൽ ഒരു പ്രസ്താവനയിലൂടെയോ ഒരു നന്ദി പോലും അദ്ദേഹം അറിയിച്ചിട്ടില്ല. അതുമാത്രമല്ല, ഇന്നലെ ഹൈക്കോടതി നൽകിയ വിധിയിൽ ഭരണകക്ഷിയിലെ തിരുപ്പത്തൂർ നിയമസഭാ മണ്ഡലം അംഗം വോട്ടെടുപ്പിൽ പങ്കെടുക്കരുതെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഭരണകക്ഷിക്ക് വെറും 106 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. എന്നിട്ടും തിരഞ്ഞെടുപ്പിൽ തനിക്കെതിരെ എൻ്റെ നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണിയിൽ മത്സരിച്ച കക്ഷികളെ ഇന്ന് കൂടെ കൂട്ടി ഭരണപക്ഷത്തിനുള്ള കത്ത് ഗവർണർക്ക് നൽകിയാണ് ഇന്ന് ഈ സർക്കാർ രൂപീകരിച്ചിരിക്കുന്നത്. ഈ സർക്കാരിന് ഇന്ന് പിന്തുണ പ്രഖ്യാപിച്ച ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, വിടുതലൈ ചിരുതൈകൾ പാർട്ടി എന്നിവയിലെ ബഹുമാന്യരായ നേതാക്കളെല്ലാം പറഞ്ഞ കാരണം, ഈ സർക്കാരിനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു എന്ന് അവർ പറയാൻ കാരണം, സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പുറത്തുനിന്ന് പിന്തുണ നൽകുന്നു എന്നാണ് അവർ വ്യക്തമായി പറഞ്ഞത്.